ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. ജനാധിപത്യ വ്യവസ്ഥയിൽ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഭരണ സംവിധാനത്തിൻ്റെ പരമമായ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്. ഈ തത്വം അക്ഷരാർത്ഥത്തിൽ തന്നെ നടപ്പാവേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെയാണ് LDF സർക്കാർ കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രവർത്തിച്ചത്. വാഗ്ദാനങ്ങളിൽ നടപ്പാക്കിയവ ഏത്, നടപ്പാക്കാൻ കഴിയാതെ പോയവ ഏത് എന്ന് ഓരോ വർഷത്തിൻ്റെയും അവസാനത്തിൽ തുറന്നു പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രിസഭ അപ്പാടെ തന്നെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നാട്ടിലേക്ക് ഇറങ്ങിയ നവകേരള സദസ്സ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികസന സദസ്സുകൾ ഇങ്ങനെ പുതുമയാർന്ന കാര്യങ്ങൾ ആവിഷ്കരിച്ചത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തെ കവിഞ്ഞു നിർത്തുന്നതായി മറ്റൊന്നുമില്ല എന്ന ബോധ്യം കൊണ്ടാണ്. ഇതിനൊക്കെ അനുബന്ധമായി തന്നെ 3 ഘട്ടങ്ങളിലായി നടന്ന വയലകാലത്തിൻ്റെ കാര്യം, കൃഷിയായ വയലുകൾ തീർക്കാനുള്ള തീവ്ര യജ്ഞ പരിപാടിയായി മാറിയത് നാടിന് അറിയാവുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സാധാരണ കളക്ടർമാരുടെ യോഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിളിച്ചിട്ടുണ്ടാണ്. എന്നാൽ കേരളത്തെ വ്യത്യസ്ത മേഖലകളായി തിരിച്ച് ഒന്നിലധികം ജില്ലകളിലായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കളക്ടേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞ തവണ നടത്തിയത് പുതുമയാർന്ന പരിപാടിയാണ്. ഇതിനൊക്കെ പുറമെയാണ് നൂതനമായ പുതിയൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ പുതിയൊരു പരിപാടിയുമായി സർക്കാർ ജനങ്ങളിലേക്ക് എത്തുന്നത്. അതാണ് CM വിത്ത് മീ, അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നതിൽ സർക്കാർ അപ്പാടെ പൗരനോടൊപ്പം എന്ന് തന്നെയാണ് അർത്ഥം. ഈ പുതിയ ജനകീയ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതൊരു സിറ്റിസൺ കണക്ട് സെൻ്ററാണ്. പൊതുജനങ്ങളും സർക്കാരും തമ്മിൽ ആശയവിനിമയ രംഗത്ത് വിടവുണ്ടാകാൻ പാടില്ല. ആ വിടവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തീർക്കാനുള്ള ഒരു സംവിധാനമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുമേൽ സമയബന്ധിതമായി നടപടിയെടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇത് മാറുന്നത്. എടുത്ത നടപടി നിശ്ചിത സമയത്തിനുള്ളിൽ ജനങ്ങളെ അറിയിക്കുന്ന ഒരു സംവിധാനമായിട്ട് നിരൂപിക്കും. ഇങ്ങനെയൊന്ന് മുൻപില്ലാത്തതാണ്. നേരത്തെ ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ
എവിടെയും ഇല്ലാത്തതുമാണ്. നാം നവകേരളം സൃഷ്ടിക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഗൗരവമായി നാം നീങ്ങുകയാണ്. അതിൻ്റെ സവിശേഷതകൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അത് കൂടുതൽ സമഗ്രമാവാൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നതിനുള്ള സർക്കാർ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതൊരവസരമാണ്. അതുപോലെ തന്നെ തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന പരാതി ചിലർക്കുണ്ടാകാം. അതിനെക്കുറിച്ചുള്ള അത്തരം പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്താനും ഇത് അവസരമുണ്ട്. നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം CM with me-യിലേക്ക് ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ പരാതി അറിയിച്ചാൽ അത് ഫ്ലിപ്കാർട്ടിയെക്കൂടെ മാത്രമല്ല അടുത്ത 48 മണിക്കൂറിനകം ആ വിളിച്ചു പറഞ്ഞയാളെ തിരിച്ചു വിളിച്ചിരിക്കും. അപ്പോഴേക്കും സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ എത്രത്തോളമാണ് എന്നത് അദ്ദേഹത്തോട് വിശദീകരിക്കും. അതോടൊപ്പം സാധ്യമാവാത്ത കാര്യമാണെങ്കിൽ ആ കാര്യം അറിയിക്കുകയും ചെയ്യും. തുടർ നടപടി സ്വീകരിക്കപ്പെടേണ്ടതാണെങ്കിൽ ആ കാര്യവും അറിയിക്കുന്ന തരം സ്വീകരിക്കും. ഇവിടെ ഓരോ പൗരൻ്റെയും ജീവിതക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് വേണം പൊതുവായ വികസനം എന്ന ജനകീയ സമീപനത്തിൻ്റെ ദൃഷ്ടാന്തമായാണ് CM with me-യെ കാണേണ്ടത്. ജനങ്ങളാണ് ഭരണത്തിൻ്റെ കേന്ദ്രവും ലക്ഷ്യവും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാം, പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാം, പരിഹാരം കാണാവുന്നതിനൊക്കെ പരിഹാരം കാണുകയും ചെയ്യും. സദാ ഉണർന്നിരിക്കുന്ന ഒരു ടീമിനെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥലത്തിൽ പരിഹരിക്കാനുള്ളവ അങ്ങനെയും മന്ത്രിമാർ ഉൾപ്പെട്ട് പരിഹരിക്കാനുള്ളവ ആ വിധത്തിലും കൈകാര്യം ചെയ്യും. ജനങ്ങളെ ഭരണനിർവഹണത്തിൽ പങ്കാളികളാക്കുന്ന പദ്ധതിയാണ്. സുതാര്യവും നൂതനവുമായ ഈ സംവിധാനത്തിലൂടെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചേരാൻ എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊള്ളാനും സർക്കാരിന് കഴിയും. ഇതിലൂടെ ജനങ്ങൾ വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലെ സജീവ പങ്കാളികളാണെന്നും കൂടി ഉറപ്പാണ്. പ്രധാന സർക്കാർ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ, മുഖ്യമന്ത്രിയുടെ
ദുരിതാശ്വാസത്തിൽ ഇവയുമായെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലൂടെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാവും. പദ്ധതിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാലതാമസം കുറക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അടിയന്തര ഘട്ടങ്ങളിൽ കൃത്യമായ വിവരങ്ങളും സേവനങ്ങളും ഉറപ്പാക്കുന്നതിലൂടെയും ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഏകോപിപ്പിക്കുന്നതിലൂടെയും സർക്കാർ സഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിലൂടെയും വിശ്വസനീയമായ ഒരു ജനസേവന സംവിധാനമായി ഇത് മാറും. CM with me പരിപാടിയുടെ കാര്യക്ഷമതക്കായി വിവിധ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉണ്ടാകും. പോലീസ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ പോലീസിലെ തന്നെ 10 പേരടങ്ങുന്ന ടീം ഇതിലുണ്ടാകും. എല്ലാ വകുപ്പുകളിൽ നിന്നും ഉള്ളവരും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ചീഫ് സെക്രട്ടറി ഏകോപന ചുമതലയും മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പരിപാലന ചുമതലയും വഹിക്കും. എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസുകളുണ്ടാവും. എവിടെ നിന്നും ഏത് വിവരവും ശേഖരിക്കാൻ വേണ്ട നെറ്റ്വർക്ക് ഉണ്ടാകുമെന്ന് ചുരുക്കുക. കോൾ സെന്ററിന് 2 ലെയറാണ് ഉണ്ടാകുന്നത്. ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന റിസീവിംഗ് ലെയർ 24 മണിക്കൂറും പ്രവർത്തിക്കും. ഒരേ സമയം 10 കോളുകൾ കൈകാര്യം ചെയ്യാൻ സൗകര്യമുണ്ടാകും. പരാതികൾ ക്ഷമയോടെ കേട്ട് രേഖപ്പെടുത്തുന്നവരുണ്ടാകും. 2ാം ലെയർ വകുപ്പുതല പരിഹാരത്തിൻ്റെതാണ്. കൂടുതൽ പരാതികൾ ഉണ്ടാവാറുള്ളത് തദ്ദേശഭരണം, റവന്യൂ, ഹോം, സഹകരണ വകുപ്പ് എന്നിവയിൽ നിന്നുള്ളവയായതുകൊണ്ട് ഇവയിൽ നിന്ന് 2 വീതവും മറ്റ് 22 പ്രധാന വകുപ്പുകളിൽ നിന്ന് ഓരോരുത്തർ വീതവും ഈ ലെയറിലുണ്ടാകും. ആദ്യ ലെയറിൽ നിന്ന് പരാതി 2ാം ലെയറിലെത്തും. അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ രീതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി ലഭിക്കും. സംസ്ഥാനത്തിൻ്റെ പുരോഗതി സാമ്പത്തിക വളർച്ചയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് മാത്രമല്ല, ജനജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കൊണ്ടുകൂടിയാണ് അളക്കേണ്ടത്. പലപ്പോഴും അളക്കപ്പെടാതെ പോകുന്നത് ഈ 2ാമത്തെ കാര്യമാണ്. ജനജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന 2ാമത്തതാണ്. നവകേരള സദസ്സുമായി കേരളത്തിലാകെ സഞ്ചരിച്ചപ്പോൾ തന്നെ ഇതേക്കുറിച്ച് മന്ത്രിസഭയ്ക്ക് തോന്നലുണ്ടായതാണ്. ആ തോന്നലുകളെ ശക്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളും പിന്നീടുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാം എന്ന നിലക്കുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താമെന്ന് നിശ്ചയിച്ചു. ഇതിനൊപ്പമോ ഇതിലേറെയോ പ്രാധാന്യമുള്ളതാണ് നവകേരള നിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം. കേരളം വളർച്ചയിലേക്ക് കുതിക്കുകയാണ്. സംസ്ഥാനത്തുണ്ടായ വികസനത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് കഴിഞ്ഞ 9 വർഷങ്ങളായി നവകേരള നിർമ്മാണ പദ്ധതികൾ മുൻപോട്ട് പോവുകയാണ്. വിജ്ഞാന സമ്പദ്ഘടനയുടെ അടിത്തറയിലുള്ള ഒരു പുതിയ കേരളം പടുത്തുയർത്താനാണ് നാം ശ്രമിക്കുന്നത്.
എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ, എല്ലാ കുടുംബങ്ങൾക്കും വീട്, എല്ലാവർക്കും തൊഴിൽ, ജീവിത സൗകര്യം, ഇവയെല്ലാം ഉറപ്പാക്കുന്ന ഒരു പുതു കേരളം, അതാണ് നാം ലക്ഷ്യമിടുന്നത്. മതനിരപേക്ഷതയുടെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വരുന്ന പുതു കേരളം, അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും സുസ്ഥിര വികസനവും, ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയും ഉറപ്പാക്കിയതിൻ്റെ അടിത്തറയിൽ നിന്ന് നാം പുതിയ കാലത്തിലേക്ക് ഉയർന്നെത്തുകയാണ്. സംസ്ഥാനത്തിൻ്റെ സമസ്ത പുരോഗതിയിലേക്ക് നാം നീങ്ങുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം സുസ്ഥിര വികസനത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കിഫ്ബി വഴി നടപ്പാക്കിയ കാര്യങ്ങൾ ആർക്കും നേരിൽ കാണാവുന്നതാണ്. ഹരിത കേരള മിഷൻ, ആർദ്രം മിഷൻ, പൊതുവിദ്യാഭ്യാസ പരിഷ്കരണം, ലൈഫ്, ഇവയെല്ലാം ഉണ്ടാക്കിയ മാറ്റം കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. വീടില്ലാത്ത കുടുംബങ്ങൾക്കെല്ലാം വീട് ലഭിക്കുന്ന നിലയിൽ പറഞ്ഞു. ഭൂരഹിതർക്ക് ഭൂമി ലഭിക്കും. പട്ടയ പ്രശ്നം പരിഹരിക്കപ്പെടും. രാജ്യത്തെ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറും. വ്യാപകമായി പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. രാജ്യത്തെ മികച്ച സാമുദായിക സൗഹാർദ്ദവും സമാധാനവുമുള്ള നാടായി കേരളം മാറിയിരിക്കുന്നു. ഇനി വേണ്ടത് നവകേരള നിർമ്മിതിയാണ്. നവകേരള നിർമ്മിതി എന്നാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള ജനത, ലോകത്തിലെ തന്നെ വികസിത രാഷ്ട്രങ്ങളിലെ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് തുല്യമായ ജീവിത നിലവാരം നേടാൻ കഴിഞ്ഞ ഒരു ജനത എന്ന രീതിയിൽ കേരള ജനതയെ ഉയർത്തുക, ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. ആ നവകേരള നിർമ്മിതി പൂർണ്ണമാവുക ജനങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മുന്നേറ്റങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവർക്കും എല്ലാ പ്രദേശങ്ങളിലും എത്തേണ്ടതുണ്ട്. ജീവിത വ്യവസ്ഥയിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അതിനെ എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടാകും. പോരായ്മകൾ അവരുടെ കണ്ണിൽ കാണുന്നവ അത് ചൂണ്ടിക്കാട്ടാനുണ്ടാവും. അതൊക്കെ വിലപ്പെട്ടതായാണ് സർക്കാർ കരുതുന്നത്. ജനാഭിപ്രായം അറിഞ്ഞും പോരായ്മകൾ പരിഹരിച്ചും മാത്രമേ വികസനത്തിലേക്ക് എത്താൻ കഴിയൂ. ഭരണകർത്താക്കൾക്കും ജനങ്ങൾക്കും തമ്മിൽ അകലമില്ലാത്ത ഒരു ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കണം. ആ ഒരു കാഴ്ചപ്പാടാണ് CM with me എന്ന പരിപാടിയുടെ പിന്നിലുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ തുടർച്ചയായി ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത്. അശരണർക്കും ആലംബഹീനർക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും സേവനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സർക്കാരിൻ്റെ ആ തീരുമാനത്തിൽ വരുന്ന 5 കൊല്ലങ്ങളിൽ സർക്കാരിൻ്റെ പ്രവർത്തന ദിശ എങ്ങോട്ടായിരിക്കും എന്ന് വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞു.
കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും ഇതെന്ന് അന്നേ വ്യക്തമാക്കി. അതിൻ്റെയെല്ലാം തുടർച്ചയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന CM with me കോൾ സെൻറ്റർ. ഇത് നമ്മുടെ നാടും പൊതുസമൂഹവും നല്ല മനസ്സോടെ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്ക് നന്ദി, നമസ്കാരം.